ആക്രമിക്കപ്പെട്ടു. പ്രാർത്ഥനാ കൂട്ടായ്മകൾ, സർവീസ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കി. മധ്യപ്രദേശിൽ 600 സ്കൂൾ ഏറ്റെടുക്കാൻ പോവാം ക്രൈസ്തവരുടെ. ആസാമിലെ ക്രൈസ്തവ സ്കൂളുകളിലെ സ്ഥാപനങ്ങളിലെ ആശുപത്രികളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വിശുദ്ധന്മാരുടെ പ്രതിമ എടുത്തു മാറ്റുന്നതിൽ തല്ലിപ്പൊളിക്കുമെന്ന് ഇവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരാണ് കുഞ്ഞാടുകളെ പോലെ ഇപ്പൊ വീടുകളിൽ ചെന്ന് ക്രൈസ്തവ അവരൊന്നും നമ്മളെ നന്നാക്കാൻ വരുന്നവരല്ല. പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതമാണ് ക്രിസ്ത്യാനിയുടേത്, യേശുവിനെ അനുഗമിക്കുന്നവരുടേത്. കാഴ്ചയാലെ അല്ല, വിശ്വാസത്താലെയാണ് നമ്മുടെ ജീവിതം മുൻപോട്ട് പോവുക. ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറയുന്ന അവസ്ഥ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിനും അത് തന്നെ ഒരുപാട് വേദനകളും പ്രയാസമുണ്ട്, മറ്റു സമൂഹങ്ങളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വേദനയും പ്രയാസമുള്ളവർക്ക് ഈ സർക്കാർ മാറണമെന്നുള്ള കൃത്യമായ ആഗ്രഹമുണ്ട്. അതനുസരിച്ചുള്ളൊരു നിലപാടുണ്ടാവുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എഡ്രോളിൻസിൻ്റെ അസോസിയേറ്റായി പ്രവർത്തിച്ചു. അങ്ങനെ ഉണ്ടായ ബന്ധം ട്രംപിൻ്റെ ഉപദേശകനും മരുമകനുമായ ജാരദ് കൃഷ്ണനുമായിട്ടുള്ള വ്യക്തിബന്ധമായിട്ട് അത് വളർന്നു വന്നു. അദ്ദേഹത്തിൻ്റെ ശുപാർശ അനുസരിച്ചാണ്, അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യം അനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ പ്രൈം മിനിസ്റ്റർ നെതന്യാഹുമായിട്ട് അദ്ദേഹം സംസാരിക്കുകയും 23-ലെ ലിക്വിഡ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിൽ, നാഷണൽ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ അവരെ സഹായിക്കാനുള്ള ഒരു താല്പര്യം അത് അദ്ദേഹം എന്നെ വിളിച്ച് അറിയിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പെന്തക്കോസ്ത് വിഭാഗങ്ങൾക്കും ബ്രദറൻ സഭകൾക്കുമെല്ലാം സ്വതന്ത്ര സഭകൾക്കുമെല്ലാം ഉള്ള പ്രശ്നം രണ്ടാണ്. നിരവധി പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഒന്ന് അവർക്ക് പ്രെയർ ഹാളുമായി ബന്ധപ്പെട്ടത്, രണ്ട് ശ്മശാനം. നിയമപരമായ പ്രാബല്യം അതിന് നൽകും. കേരളം രൂപപ്പെട്ട പശ്ചാത്തലം തന്നെ ഭൂബന്ധത്തിൽ വരുത്തിയ മൗലികമായ മാറ്റത്തിലൂടെയാണ്. ജന്മിത്വം അവസാനിക്കുന്നതിലൂടെയാണ് 36 ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി ഈ കേരളത്തിൽ ലഭിച്ചത്. വേൾഡ് ലിറ്ററേച്ചർ ഫോറത്തിന്റെ മികച്ച സ്കൂളിനുള്ള അവാർഡ് മുരിക്കാട്ടുകുടി ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ചു. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനാണ് അവാർഡ് വിതരണം ചെയ്തത്. ലിറ്ററേച്ചർ ഫോറം ദേശീയ ചെയർമാൻ തോമസ് കുട്ടി പുന്നൂസ് അധ്യക്ഷനായിരുന്നു. എഴുത്തുകാരുടെയും പത്രപ്രവർത്തകരുടെയും സാഹിത്യകാരന്മാരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും സംയുക്ത വേദിയാണ് വേൾഡ് ലിറ്ററേച്ചർ ഫോറം. പഠിക്കുവാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് അപ്രതീക്ഷിതമായ ഒരു അനുഭവം ഉണ്ടായത്, ഞാൻ വൈകുന്നേരം ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ 10-60 ശിമ്മാശന്മാരും വൈദ്യ വിദ്യാർത്ഥികളും ഉണ്ട്. ഭക്ഷണത്തിലിരുന്നപ്പോൾ അന്ന് കഞ്ഞിയാണ്, കഞ്ഞി കൊണ്ടുവച്ചു. കറി വരട്ടെ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ കറിക്ക് നോക്കിയിരുന്നപ്പോൾ ഏകദേശം ഒരു ട്രിപ്പ് കഴിഞ്ഞു. ചോദിച്ചപ്പോഴാണ് പറയുന്നത് വൈകിട്ട് കറിയില്ല, കറി എന്ന് പറയുന്നത് ഉപ്പാണ്. പിന്നെ പിറ്റേ ദിവസം മുതൽ ഞാൻ പിന്നെ മുളകും ഉള്ളിയൊക്കെ വാങ്ങിച്ച് എൻ്റെതായ ചില പാചകങ്ങൾ തന്നെ ചെയ്ത്, അങ്ങനെ അതൊരു അവിസ്മരണീയമായ, കാരണം ഇല്ലാഞ്ഞിട്ടല്ല, എന്നാൽ അത് ആ അനുഭവത്തിലൂടെ കടന്നു വരണം ഒരു വൈദിക വിദ്യാർത്ഥി. മന്ത്രി, സഹകരണ വകുപ്പ് മന്ത്രി V.N. വാസവൻ അവർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് കരങ്ങളടിച്ച് സ്വാഗതം ചെയ്യാം. ബൈബിൾ ഒരു സാഹിത്യ ഗ്രന്ഥമാണ്. ബൈബിളിൽ സാഹിത്യമാണ്. ഇതിൽ 66 പുസ്തകങ്ങളുടെ ഒരു ലൈബ്രറിയാണ് ഈ വിശുദ്ധ ബൈബിൾ. ഇതിനകത്ത് സാഹിത്യമുണ്ട്, വിജ്ഞാനമുണ്ട്, കവിതകളുണ്ട്, നോവലുകളുണ്ട്, ബഹിരാകാശ ശാസ്ത്രമുണ്ട്, നാടൻ പാട്ടുകളുണ്ട്, നാടോടി ഗാനങ്ങളുണ്ട്, കവിതകളുണ്ട്, സങ്കീർത്തനമുണ്ട്, കീർത്തന സാഹിത്യമുണ്ട്. എല്ലാം ഒത്തിണങ്ങിയ ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ആദ്യം അച്ചടിച്ചത്, ലോകത്തിൽ ആദ്യം അച്ചടിച്ചത് വിശുദ്ധ ബൈബിളാണ്. തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്നതും വായിച്ച് ആശ്വാസം കണ്ടെത്തുന്നതും വിശുദ്ധ ബൈബിളാണ്. അതാണ് ബൈബിളിൽ
ഹോസ്പിറ്റൽ പാസ്റ്റ് ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മുടെ നിയോജകമണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നൂറുകണക്കിന് കുട്ടികൾക്ക് പുസ്തകങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്യുന്ന ഒരു സപ്താഹപ്രവൃത്തി ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ അതിന് പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന വേൾഡ് ലിറ്ററേച്ചർ ഫോറം നാഷണൽ ചെയർമാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ തോമസ് കുട്ടി പാസ്റ്റർ അവരുടെ അദ്ദേഹം ഇതറിഞ്ഞ് എന്നെ വിളിക്കാൻ ശ്രമിച്ചു, എന്നെ കിട്ടിയില്ല. അദ്ദേഹം ശരിയാണ്, എന്റെ വൈഫിനെ വിളിച്ചു. അപ്പൊ ഇങ്ങനൊരു ഇലക്ഷൻ സമയത്തൊക്കെ ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ വരാറുണ്ട്. അത് രാഷ്ട്രീയമൊന്നുമല്ല, വ്യക്തിപരമായ സൗഹൃദത്തിന്റെ ഭാവമാണ്. അങ്ങനെ ഒക്കെ ഞാൻ മത്സരരംഗത്തേക്ക് പോകുമ്പോൾ അവിടെ പലപ്പോഴും വരും എന്റെ വൈഫുമായിട്ട് അദ്ദേഹത്തിന് അറിയാം. എന്റെ വൈഫ് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഹയർ സെക്കൻഡറി സ്കൂളാണെന്ന് എന്റെ വൈഫിന് കുറച്ചുകൂടി സ്നേഹം കൂടി. അപ്പൊ എന്നോട് പറഞ്ഞു ഉറപ്പായിട്ട് പോകണം. ഞാനും നോക്കിയപ്പോൾ ചാനൽ ക്യാമ്പിലുണ്ട്. ഗവൺമെന്റ് രംഗത്ത് വരും. നിങ്ങൾ ഈ എത്ര പഠിച്ച് മിടുക്കരായി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് കഞ്ചാവും മറ്റ് മയക്കുമരുന്ന് ഐറ്റമെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ചുറ്റുപാടും വട്ടം കറങ്ങി നടക്കുന്ന കള്ളന്മാർ, ദുഷ്ടശക്തികൾ ഇടവരുത്തിയാൽ നമ്മുടെ ജീവിതം തകരുകയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ എത്ര കാര്യമായിട്ടാണ് നമ്മളെല്ലാം മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും നമ്മൾ നീതി പുലർത്തേണ്ടതാണ്. വേൾഡ് ലിറ്ററേച്ചർ ഫോറം ഇക്കാര്യത്തിൽ വലിയ നേതൃത്വം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട തോമസ് കുട്ടി പാസ്റ്ററിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളെയും ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കൂടെയുള്ള ടീം അംഗങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവിടുത്തെ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലാത്തവங்க പാടുക. കള്ളു കുടിക്കുന്ന സോദരരെ നിങ്ങളുള്ളം തെളിഞ്ഞൊന്നു കേട്ടിടണം. കള്ളവല്ലത്ര കുബേരനാണെങ്കിലും കള്ളു കുടിക്കുകയും നീ ജനത്തെ ഈച്ച പുഴുക്കളത്ത കൊച്ചു മുതലായ പ്രാണികളും ചത്തു ദുഷിച്ചു കിടക്കുന്ന ഈ മദ്യത്തിൽ മദ്യവാരിക്കൊട്ടും കൂസലില്ല. പാൽപ്പായസത്തിലും ഈച്ച വീണാലും അല്പവും ഇഷ്ടമില്ലാക്കുമെന്നാൽ ഈച്ചകളത്ര കല്ലിൽ കിടക്കിലും വെച്ചമോതാലോതി മോതിടുന്നു. കള്ളു കുടിച്ചു തല കറങ്ങി ചില പുള്ളികൾ റോഡിൽ മറിഞ്ഞിടുന്നു. കല്ലിലും മുള്ളിലും പള്ളിപ്പടർപ്പിലും വെള്ളത്തിലും ചിലർ വീണിടുന്നു. കൊള്ളിവാക്കോതി വഴക്കിടുന്നു, ചിലർ തള്ളയെ കൂടി അടിച്ചിടുന്നു. ഉള്ളിൽ സുബോധമുണ്ടാകുന്ന നേരത്തു കള്ളല്ല നിങ്ങൾ ലജ്ജിതരായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വിവരിച്ചു പോകുന്നില്ല, പാട്ട് മുമ്പോട്ട് പോകുന്നില്ല. നമ്മുടെ ധനനഷ്ടം, മാനനഷ്ടം, ആരോഗ്യനഷ്ടം, ആത്മാവിന് നഷ്ടം, പണനഷ്ടം എല്ലാം വരുത്തുന്ന ഈ ലഹരി, മദ്യപാനം, ഇതിനോട് നമുക്ക് യാത്ര പറഞ്ഞ് ഒരു പുതിയ ജീവിതത്തിന് നമുക്ക് തുടക്കം കുറിക്കാം. ലോക സമാധാനത്തിന് അറുതി ഉണ്ടാക്കേണ്ടത് ദൈവം തമ്പുരാനാണ്. എന്ത് സംഭവിക്കുന്നതും ദൈവമറിയാതൊന്നും സംഭവിക്കത്തില്ല എന്ന എന്റെ വിശ്വാസം. ട്രംപിന് സമാധാനമുണ്ടോ? ട്രംപിന് സമാധാനമില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിന് സമാധാനമുണ്ടോ? ഒരു സമാധാനമില്ല. യേശുവിന് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകുവാൻ സാധിക്കുന്നത്. യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അതിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. പരിപാലിക്കുന്ന പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവമേ, കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിണറായി വിജയൻ ഇങ്ങനെ പറയുകയുണ്ടായി, യേശു വിപ്ലവകാരിയാണെന്ന്. യേശു മനുഷ്യന്റെ മനസ്സുകളിൽ വിപ്ലവം സൃഷ്ടിക്കാറുണ്ട്, മാറ്റങ്ങൾ വരുത്താറുണ്ട്. അപ്പോൾ തന്നെ യേശു രക്ഷിതാവും കർത്താവുമാണ്. പിണറായിയുടെ ഈ പ്രസ്താവനയോടുള്ള തിരുമേനിയുടെ പ്രതികരണം ഒന്ന് പറയാമോ? യേശു വിപ്ലവകാരിയാണ് എന്നുള്ള പ്രസ്താവനയെ ഞാൻ എതിർക്കുകയും, കന്യമറിയാം എന്റെ പാട്ടിലുണ്ട്, ധനവാന്മാരെ മറിച്ചിട്ടു താണവര് ഉയർത്തി. മറിച്ചിട്ടു എന്നുള്ള വാക്കാ ഉപയോഗിച്ചിരിക്കും. അപ്പോൾ അതൊരു വിപ്ലവമാണ്.
യേശുക്രിസ്തു ക്രൂശിൽ വെച്ച് വലിയ കള്ളനായിരുന്നവന് സ്വർഗത്തിന്റെ അവകാശിയാണ്. അത് വലിയ വിപ്ലവമാണ്. അതുകൊണ്ട് എന്നാൽ ഒരു വിപ്ലവകാരി മാത്രമായിരുന്നു എന്ന് ഞാൻ പറയത്തില്ല. യേശുക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവാണ്, വ്യക്തികളുടെ മാത്രമാണ്. ദൈവം സൃഷ്ടിച്ച ലോകത്തെ അതിൻ്റെ ആ സൃഷ്ടിയുടെ ഉദ്ദേശമൊക്കെ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ദൈവം അതിലേക്ക് അതിനെ വീണ്ടെടുത്ത ദൈവമാണ്. പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി നിന്ന് പ്രവർത്തിക്കുന്ന തോമസ് കുട്ടി പുന്നൂസ്, അദ്ദേഹം മാധ്യമങ്ങളിൽ കൂടെ വളരെ പ്രശസ്തമായ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതും വലിയ സുവിശേഷ വേലയാണ്. അദ്ദേഹത്തെ എല്ലാവരെയും ഓർക്കുന്നു, വിനയത്തോട് ഓർമ്മപ്പെടുത്തുന്നു. ഇതിൻ്റെ എല്ലാം മുൻപിൽ നിന്ന് ഞങ്ങളോട് ഒത്തു പ്രവർത്തിക്കുന്ന തോമസ് കുട്ടി, അദ്ദേഹത്തെ എത്ര പ്രശംസിച്ചാൽ മതിയാവുകയില്ല. ഇത് സുവിശേഷ വേലയുടെ ഒരു ഭാഗമായി കരുതണമെന്ന തോമസ് കുട്ടിയോട് വളരെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആഗ്നീയമാണ്. കാരണം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് തോമസ് കുട്ടി പാസ്റ്ററുടെ നേതൃത്വത്തിൽ പുറത്തിറക്കപ്പെടുന്ന വചനഘോഷണം ഒരു എക്യുമെനിക്കൽ സ്വഭാവമുള്ള ഒരു പത്രം കൂടിയാണ്. ആഭിമുഖ്യത്തിൽ പുരസ്കാര സമർപ്പണവും ലോകസമാധാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാറും റാന്നി PJT ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് യാഥാർത്ഥ്യമായിട്ടുള്ളതെന്നും അത് മെച്ചപ്പെടുത്തുകയാണ് വേൾഡ് ക്രിസ്ത്യൻ TV നിർവഹിക്കുന്ന അമൂല്യമായ ഉത്തരവാദിത്വമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിപ്രായപ്പെട്ടു. ക്രിസ്ത്യൻ പ്രസ് അസോസിയേഷന്റെയും വേൾഡ് ക്രിസ്ത്യൻ TVയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ യുദ്ധവും ആശങ്കയും എന്ന വിഷയത്തിൽ ഒരു ചർച്ചയും വചനഘോഷണ പത്രാധിപർ പാസ്റ്റർ തോമസ് കുട്ടി പുന്നൂസിന്റെ നേതൃത്വത്തിലായിരുന്നു മെഡിക്കൽ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾ. വെളിയനാട് ഗവൺമെന്റ് LP സ്കൂളിൽ രാവിലെ 9-ന് ആരംഭിച്ച മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ജനാധിപത്യ കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ KC ജോസഫ് നിർവഹിച്ചു. പാസ്റ്റർ തോമസ് കുട്ടി പുന്നൂസ് അധ്യക്ഷനായിരുന്നു. വെളിയനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സാബു തോട്ടുങ്കൽ, മുൻ പ്രസിഡന്റ് K മോഹൻലാൽ, റെജി ജോസഫ് കരിപ്പറമ്പിൽ, സുഭാഷ് പറമ്പിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഫാമിലി പ്ലാനിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമാക്കി. ഡോക്ടർമാരായ ശോഭ മാത്യു, കിരൺ ബാബു, തോമസ്, ചെൽസി എന്നിവർ രോഗികളെ പരിശോധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങളും മരുന്നുകളും നൽകി. മെഡിക്കൽ ക്യാമ്പ് വൈകുന്നേരം 4-ന് സമാപിച്ചു. ക്യാമ്പിലെത്തിയ എല്ലാ രോഗികൾക്കും മെഡിക്കൽ കിറ്റ് വിതരണം ചെയ്യാനും സംഘാടകർ തയ്യാറായി. പ്രളയബാധിതരെ സഹായിക്കാനായി നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിയ ഇളംകുളം സ്വദേശി T മാത്യു എബ്രഹാം തേക്കുംമുട്ടിലിന് അവാർഡ് നൽകി ക്രിസ്ത്യൻ പ്രസ് അസോസിയേഷൻ ചടങ്ങിൽ ആദരിച്ചു. കുട്ടനാട് മുൻ MLA ഡോക്ടർ KC ജോസഫ് പുരസ്കാരം വിതരണം ചെയ്തു. വചനം ജഡമായി തീർന്നതാണ് ലോകത്തിന്റെ രക്ഷകനായിട്ടുള്ള യേശു. യേശു ലോകത്തിന്റെ രക്ഷകനാണ് എന്നത് വിശ്വസിക്കുകയും അത് ജീവിതത്തിൽ സ്വീകരിച്ച് ഈ ലോകത്തിൽ സദ്വർത്തമാനമായി നൽകപ്പെട്ടിരിക്കുന്ന കർത്താവിനെ എല്ലാവർക്കും നൽകുക എന്നത് ഓരോ വിശ്വാസിയുടെയും ധർമ്മമാണ്. എത്തിച്ചേർന്ന വിശ്വാസികളുടെ വലിയ സമൂഹമേ, ഞാൻ കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായ സ്വാഗതം. തോമസ് കുട്ടി രാവിലെ ഇറങ്ങും. ആർക്കെങ്കിലും സഹായം വേണമോ എന്നറിയാൻ. റാന്നിയിലെ താരമാണിപ്പോൾ തോമസ് കുട്ടി. റാന്നി സമൂഹ അടുക്കളയ്ക്ക് അരി, പച്ചക്കറികൾ, വിവിധ പലചരക്ക് സാധനങ്ങൾ എന്നിവയും പൊതുജനങ്ങൾക്ക് മുഖാവരണങ്ങൾ തുടങ്ങിയവയും ദിവസങ്ങളായി വിതരണം നടത്തുകയാണ് വചനഘോഷണവും മാസികയുടെ ഉടമയും സുവിശേഷ പ്രാസംഗികനുമായ തോമസ് കുട്ടി. ഗിരിവർഗ ആദിവാസി മേഖലയിലും തോമസ് കുട്ടിയുടെ സേവനം കഴിഞ്ഞ ദിവസം നടത്തി. എല്ലാ ദിവസവും ഭക്ഷണവും ഭക്ഷ്യസാധനങ്ങളും തോമസ് കുട്ടിയുടെ നേതൃത്വത്തിൽ വിതരണവുമുണ്ട്. രാഷ്ട്രീയ, സാമുദായിക, പൊതുപ്രവർത്തകരും തോമസ് കുട്ടിയുടെ പ്രവർത്തനത്തിന് പിന്തുണയായിട്ടുണ്ട്. പച്ചക്കറി കിറ്റുകൾ, മറ്റേ പലവ്യഞ്ജന കിറ്റുകൾ എല്ലാം നൽകി തങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന വലിയ പ്രവർത്തനങ്ങളാണ് വചനഘോഷണം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രയാസം അനുഭവിക്കുന്നവരുടെ മുമ്പിലേക്ക് ഒരു വലിയ ദൈവദൂതനെ പോലെയാണ് തോമസ് കുട്ടി പാസ്റ്റർ കടന്നു വരുന്നത്. തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ട ഈ വലിയ വ്യക്തിത്വത്തിന് കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇടവരുത്തട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ സാമൂഹ്യ പ്രവർത്തനത്തിന് നല്ല ചുക്കാൻ പിടിക്കുന്ന തോമസ് കുട്ടി പാസ്റ്ററും
ബാക്കിയുള്ള എല്ലാവർക്കും ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കാം. ആ വിശ്വാസങ്ങളിൽ ഇപ്പം ഏകദൈവ വിശ്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് പാസ്റ്ററെ പോലുള്ള ആളുകൾ. പാസ്റ്റർ എനിക്ക് എത്രയോ കാലമായിട്ട് അറിയാം. അപ്പോൾ നമ്മുടെ ബന്ധം എത്രയോ കാലത്തെ ബന്ധമാണുള്ളത്. എന്തുകൊണ്ടൊരു ഇഴപിരിയാത്ത ബന്ധമുണ്ടാകുന്നു? അത് ദൈവം കൂട്ടിച്ചേർക്കുന്ന ഒരു ബന്ധമാണ്, സ്നേഹമാണ്. ഇതിൻ്റെ എല്ലാം അടിത്തറ, ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അടിത്തറ എന്തെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. സ്നേഹവും ദയയും അശരണോടുള്ള ദൈവത്തിൻ്റെ അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സമീപനവുമാണ്. അത് വ്യത്യസ്ത ധാരയിലൂടെ പോകുന്നു. ബൈബിളിനെയും ക്രിസ്ത്യ ജീവിതത്തെയും അത് ചെയ്യുന്ന ദൈവവേല ചെയ്യുന്ന ആളുകളെയൊക്കെ എനിക്ക് പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റർ ഇങ്ങനൊരു ഇൻ്റർവ്യൂ നടത്തുന്ന അവസരത്തിൽ വിശാലമായി എല്ലാ സഭകളിലേക്കും പോവുകയും എല്ലാ ആളുകളിലേക്കും പോവുകയും എന്നോടൊക്കെയുള്ള ബന്ധം നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു മാസ്മര ശക്തി നമുക്കിടയിലുണ്ട്. അതിന് ദൈവത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. സാക്ഷാത്കാരം നേടിയ പ്രേക്ഷിതനാണ് തോമസ് കുട്ടി. വിശ്വാസ വഴിത്താരയിലെ കനലുകൾ പ്രാർത്ഥനാപൂർവം ചവിട്ടിക്കയറിയ ഇദ്ദേഹം ദൈവീക കരുതലിന്റെ സൗഹൃദ വഴി പിന്നിട്ടു. സാമൂഹിക രംഗത്തും സേവന രംഗത്തും സുവിശേഷീകരണ രംഗത്തും മാധ്യമ രംഗത്തും ജീവകാരുണ്യ മേഖലയിലും വിസ്മരിക്കാനാവാത്ത വ്യക്തിത്വമായി തോമസ് കുട്ടിയെ ദൈവം വളർത്തി. ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അപ്പുറം എല്ലാവരുടെയും സ്വന്തമായി എല്ലാം രാഷ്ട്രീയ രംഗത്തുള്ളവരോടും ഒരുപോലെ കൈകോർത്ത് ഒരു സുവിശേഷകനായി നിലകൊള്ളുന്ന തോമസ് കുട്ടിയുടെ നയം അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ പ്രേക്ഷിതന്റെ ജീവിത രേഖയിലൂടെ ആലപ്പുഴ കുട്ടനാട്ടിലെ വെളിയനാട് ജ്ഞാനായ കുടുംബമായ കൊച്ചുചെറിയിൽ KC പുന്നൂസിന്റെയും മോളിയുടെയും മകനായി 1972 ജനനം. മക്കളില്ലാതെ പ്രാർത്ഥിച്ചു കിട്ടിയ മകനാണ് തോമസ് കുട്ടി. നോമ്പും പ്രാർത്ഥനയുടെയും ഫലമായ തോമസ് കുട്ടിയുമായി മാതാപിതാക്കൾ 3 മാസം പ്രായമുള്ളപ്പോൾ മലയാറ്റൂർ പള്ളിയിൽ പോയി. അവിടെ വെച്ച് നിർത്താതെ കുഞ്ഞ് കരച്ചിൽ തുടർന്നു. പലരും മാറി മാറി എടുത്തിട്ടും കരച്ചിൽ നിർത്തുന്നില്ല. ഈ സന്ദർഭത്തിൽ അവിടെ വന്ന വൃദ്ധ ദമ്പതികൾ ഈ കുഞ്ഞിനെ കയ്യിൽ വാങ്ങി തോമസ് കുട്ടി എന്ന് വിളിച്ചു. കുഞ്ഞിന്റെ കരച്ചിൽ നിന്നു. ഈ കുഞ്ഞിന് തോമസ് കുട്ടി എന്ന് പേരിടണമെന്നും ദൈവവേലയ്ക്ക് സമർപ്പിക്കണമെന്നും പറഞ്ഞിട്ട് ആ വൃദ്ധ ദമ്പതികൾ നടന്നകന്നു. തോമസ് കുട്ടി പഠന കാലയളവിൽ പള്ളിയിലെ മദ്ബഹായിലെ ശുശ്രൂഷകനായും പിന്നീട് സൺഡേ സ്കൂൾ അധ്യാപകനായും മാറി. അങ്ങനെ ജ്ഞാനായ യാക്കോബായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. രാഷ്ട്രീയവും സാമൂഹികവുമായി ഊരുചുറ്റാൻ തുടങ്ങിയപ്പോൾ വീട്ടിലും നാട്ടിലും തോമസ് കുട്ടി ഒരു തലവേദനയായി മാറി. പിന്നീട് വളരെ പ്രാർത്ഥനയുടെ ഫലമായി 1991 ഒരു സുവിശേഷ യോഗത്തിൽ കർത്താവ് തോമസ് കുട്ടിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. 18-ാം വയസ്സിൽ 1991 ബൈബിൾ സെമിനാരിയിൽ പഠനം ആരംഭിച്ചു. ബൈബിൾ തിയോളജിയിൽ DTH, BTH എന്നീ ഡിഗ്രികൾ കരസ്ഥമാക്കി. ആത്മീയ ശുശ്രൂഷയിൽ പൂർണ്ണസമയം ഏർപ്പെട്ടു വരികയാണ്. പരസ്യയോഗങ്ങളിൽ ദൈവനിയോഗം ലഭിച്ച തോമസ് കുട്ടി ആദ്യം മൈക്കില്ലാതെ കവലകളിൽ പ്രസംഗം തുടങ്ങി. പിന്നീട് മൈക്കിലൂടെ ഒരു ദിവസം 10-20 പരസ്യയോഗങ്ങൾ വരെ നടത്തിവന്നു. ഒരിക്കൽ തന്റെ പ്രസംഗത്തെ തടയാൻ ഒരു അക്രൈസ്തവ വ്യക്തി ശ്രമിക്കുകയും തന്നെ ഉപദ്രവിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം കുടുംബസമേതം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഇന്ന് ക്രൈസ്തവ സാക്ഷിയായി ജീവിക്കുന്നു. മറ്റൊരിക്കൽ ഒരു മന്ത്രവാദിയുടെ മകനോട് സുവിശേഷം പങ്കിടുകയും അദ്ദേഹം യേശുവിൽ ജീവിതം സമർപ്പിച്ച് ഇന്ന് ഷാരോൻ സഭയിൽ ഒരു പാസ്റ്ററായി പ്രവർത്തിക്കുന്നു. ശുശ്രൂഷകളിൽ അത്ഭുതങ്ങൾ. കൈകളിലും കാലുകളിലും വ്രണം നിറഞ്ഞവർ പ്രാർത്ഥനയ്ക്കെത്തി. അത്ഭുത സൗഖ്യം. മക്കൾ ഇല്ലാത്തവർക്കായി പ്രാർത്ഥിച്ചു. അവിടെയും അതിശയം. തോമസ് കുട്ടിയുടെ വചനപ്രഘോഷണ സമയത്തും പ്രാർത്ഥനകളിലും എണ്ണിയാൽ തീരാത്ത അത്ഭുതങ്ങൾ പലർക്കും ലഭിച്ചിട്ടുണ്ട്. നൂലിൽ കെട്ടിത്തരുന്ന ദൈവം.
എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന തിരുവചനം പോലെയാണ് തോമസ് കുട്ടിയും. മലപ്പുറം ജില്ലയിൽ സുവിശേഷം പ്രസംഗിച്ചു വരവെ മഞ്ചേരിയിൽ വെച്ച് തന്റെ കാലിലെ ചെരുപ്പ് പൊട്ടിപ്പോയി. കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. ഇതാ ഒരു ചെരുപ്പ് വണ്ടി തോമസ് കുട്ടിയുടെ മുമ്പിൽ വന്ന് നിന്നു. പരിചയപ്പെട്ടിട്ട് ഓരോ ജോഡി ചെരുപ്പും നൽകി. പ്രാർത്ഥിക്കാനും പറഞ്ഞു. ഒരിക്കൽ വീട്ടാവശ്യത്തിന് പണമില്ലാതിരിക്കുമ്പോൾ ഒരു കത്ത് ലഭിച്ചു. അയച്ച ആളിന്റെ അഡ്രസ് ഇല്ലാത്ത ഈ കത്ത് തുറന്നപ്പോൾ തനിക്ക് ആവശ്യത്തിനുള്ള ഒരു ചെക്ക് അതിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ എത്ര അത്ഭുതങ്ങൾ. ആശുപത്രികളിലെ ശുശ്രൂഷ. റാന്നി മേനാതോട്ടം ആശുപത്രിയിൽ 1994 ഒരു റൂമിലിരുന്ന് പ്രസംഗിക്കും. ആശുപത്രിയുടെ എല്ലാ റൂമിലും പരിസരത്തും വചനം കേൾക്കും. റൂമിലും ലഘുലേഖകൾ വിതരണം. ചിലർക്ക് സഹായം. ഇത് 25ഓളം ആശുപത്രികളിൽ ദീർഘനാൾ തുടർന്നു. കോളനികളിൽ സഭാസ്ഥാപനം. ദരിദ്ര കോളനികളിൽ പലയിടങ്ങളിലും സുവിശേഷം പങ്കിട്ട് സഭ സ്ഥാപിക്കുവാൻ അവസരം ലഭിച്ചു. അപകടത്തിൽ നിന്ന് അത്ഭുത വിടുതൽ. ഒരു ദിവസം രാത്രി 12:30 12 അടി താഴ്ചയുള്ള കുഴിയിൽ കാറുമായി മറിഞ്ഞു. കാറ് പൂർണ്ണമായി തകർന്നു. 4 ഡോറും അടഞ്ഞുകിടക്കുന്നു. സ്വർഗത്തിലെ മാലാഖയെ അയച്ച് ദൈവം തന്റെ ദാസനെ വിടുവിച്ചു. ബൈക്ക് അപകടം, വൈദ്യുത ആഘാതം തുടങ്ങിയവയിൽ നിന്നും ദൈവം രക്ഷിച്ചു. ഒരിക്കലും വെള്ളം കിട്ടത്തില്ല എന്ന് പറഞ്ഞയിടത്ത് പ്രാർത്ഥനയോടെ കിണർ കുഴിച്ചു. പറ്റാത്ത ഉറവ ദൈവം തുറന്നു തന്നു. UAE-യിലെ 7 രാജ്യങ്ങൾ, മസ്കറ്റ്, കുവൈറ്റ്, ദോഹ, ബഹ്റിൻ, ഈ രാജ്യങ്ങളിൽ ഒരു ദിവസം പോലും ഒഴിവില്ലാത്ത സുവിശേഷ പ്രസംഗങ്ങൾ നടത്തുവാൻ ഭാഗ്യം ലഭിച്ചു. രോഗശാന്തികൾ, വിടുതലുകൾ, അത്ഭുതങ്ങൾ ഇവയൊക്കെ ഇവിടെ തോമസ് കുട്ടിയിലൂടെ ദൈവം ചെയ്തു. ജീവകാരുണ്യ രംഗത്ത് ചിക്കൻ ഗുനിയ വന്ന സമയത്ത് 1000 രൂപയുടെ കിറ്റുകൾ 100 ദരിദ്ര കുടുംബങ്ങൾക്ക് നൽകി. 2018 വെള്ളപ്പൊക്കത്തിൽ 30 ലക്ഷം രൂപയുടെ സഹായം പാവപ്പെട്ടവർക്ക് നൽകുവാൻ ദൈവ കൃപ നൽകി. ഒന്നാം കൊറോണ ഘട്ടത്തിൽ 200 പരിപാടികൾ, 150 ദിവസങ്ങളിൽ 35 ലക്ഷം രൂപയുടെ പച്ചക്കറി കിറ്റുകൾ, പലവ്യഞ്ജന കിറ്റുകൾ, 25,000 തുണി മാസ്ക്, സാനിറ്ററികൾ, കൈയുറകൾ തുടങ്ങിയ വിതരണം ചെയ്തു. രണ്ടാം കൊറോണയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളെ സഹായിക്കുവാൻ ദൈവം കൃപ പകരുന്നു. കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ എല്ലാം നൽകുന്ന ദൈവകരത്താൽ മുന്നേറ്റം തുടരുന്നു. മാധ്യമങ്ങളിൽ അന്താരാഷ്ട്ര ചാനലായ പവർ വിഷനിൽ 10 വർഷം, മന്ത്രിമാർ, MP-മാർ, MLA-മാർ തുടങ്ങി വിവിധ സഭകളിലെ ബിഷപ്പുമാർ, വിവിധ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരെ ഇന്റർവ്യൂ ചെയ്യുവാനും പ്രസംഗിക്കാനും ദൈവം അവസരം നൽകി. ലോകരാജ്യങ്ങളിൽ ശ്രദ്ധേയമായ ഹാർവസ്റ്റ് ടിവിയിലും പ്രസംഗം, ഇന്റർവ്യൂ എന്നിവ നടത്തി. സ്വന്തമായി വചനഘോഷണം എന്ന ലൈസൻസും പോസ്റ്റൽ ലൈസൻസുമുള്ള പത്രം ദീർഘവർഷങ്ങളായി നടത്തുന്നു. ക്രൈസ്തവ ദേവാലയങ്ങളിലും പ്രസംഗം. പോട്ട ധ്യാനകേന്ദ്രം, പൊൻകുന്നം ധ്യാനകേന്ദ്രം ഉൾപ്പെടെ കത്തോലിക്ക, യാക്കോബായ തുടങ്ങി പെന്തക്കോസ്ത് വിഭാഗങ്ങൾ വരെ വചനം പ്രഘോഷിക്കുവാൻ ക്രിസ്ത്യൻ പ്രസ് അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് കുട്ടി പുന്നൂസ് പ്രബന്ധം അവതരിപ്പിച്ചു. തന്ത്രി അക്കീരമൻ കാളിദാസ ഭട്ടതിരിപ്പാട് മുഖ്യപ്രഭാഷണം നടത്തി. പ്രളയ ദുരന്തത്തിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയ ടി മാത്യു എബ്രഹാം തേക്കുമുട്ടിൽ, ജോയ് ആലുക്കാസ് മാൾ മാനേജർ, ഷെൽട്ടൻ വി റാഫേൽ, ബാബു പറയത്തുകാട്ടിൽ തുടങ്ങിയവരെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. ഡോക്ടർ ശോഭ മാത്യു, റെജി വാഴൂർ, ജിജോ പി ജോസഫ്, ജേക്കബ് സക്കറിയ തുടങ്ങിയ ചടങ്ങിൽ സംസാരിച്ചു. 100 കണക്കിന് ആളുകൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു. സൗജന്യ മെഡിക്കൽ കിറ്റുകളുടെ വിതരണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ACV ന്യൂസ്. പ്രാർത്ഥിച്ച് ആകാശത്തിന്റെ കിളിമാതിരികൾ അടച്ച അത്ഭുത മനുഷ്യനായിരുന്നു ഏലിയാവ്. പ്രാർത്ഥിച്ച് ആകാശത്തിന്റെ കിളിമാതിരികൾ തുറന്ന അത്ഭുത മനുഷ്യനായിരുന്നു ഏലിയാവ്. പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി അത്ഭുതകരമായ ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തിയ പ്രവാചകനായിരുന്നു ഏലിയാവ്. പ്രാർത്ഥിച്ച് ദാരിദ്ര്യത്തിലും മരണത്തിലും കഴിഞ്ഞ ഒരു കുടുംബത്തെ സമൃദ്ധിയിലേക്കും ജീവനിലേക്കും നയിച്ച അത്ഭുത പ്രവാചകനായിരുന്നു ആ ഏലിയാവ്.
നായകനുണ്ടോ? മധു കേസി, മധു കേസി, രാജപ്പൻ മരുതിമൂട്ടിൽ, രത്നമ്മ, കേസി ഓമന, രമണി ആയസ്. പേര് വിളിക്കണ്ട, ഇങ്ങനെ പാസ് ചെയ്തങ്ങ് കൊടുക്കാനും മതി. അറിയത്തില്ല, ലെറോപൊളിമൂട്ടിൽ, പൊന്നമ്മ കൊന്നമൂട്ടിൽ, ചെല്ലമ്മ തങ്കച്ചൻ, ചെല്ലമ്മ തങ്കച്ചൻ ആരാ? അയ്യോ, അത് കുഴപ്പമില്ല, കുഴപ്പമില്ല. ചെല്ലമ്മ ഗോപി, ചെല്ലമ്മ ഗോപി, കൃഷ്ണൻകുട്ടി അമ്പലപ്പറമ്പിൽ, രവി രഞ്ജു ഭവനം, രാജമ്മ സോമൻ, പുഷ്പവല്ലി മരുതിമൂട്ടിൽ, പൊന്നമ്മ ആലി, ജി പുരുഷൻ, അല്ലി വെണ്ടേക്കമൂട്ടിൽ, രോഹിണി മരുതിമൂട്ടിൽ. പ്രസിദ്ധീകരണങ്ങളുടെ പൊതുവേദിയാണ് ക്രിസ്ത്യൻ പ്രസ് അസോസിയേഷൻ. ഞങ്ങൾ ഈ പ്രവർത്തനം വഴി സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി പ്രശ്ന പരിഹാരത്തിനായി പരിശ്രമിക്കുന്ന സജീവ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളൊരു മീറ്റിംഗ് വിളിച്ചു. റാന്നിയിൽ അടക്കം മുഴുവൻ പൊതുപ്രവർത്തകരും അന്നത്തെ യോഗത്തിലായിരുന്നു. 1000 വിദ്യാർത്ഥികളാണ് അവിടെ തടിച്ചുകൂടിയത്. ദരിദ്രരായ രോഗികളായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള ആ ജാതി മത വ്യത്യാസമന്യേ 1000 കുട്ടികൾക്ക് അവരുടെ പഠനോപകരണങ്ങൾ നൽകുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇതൊന്നും എങ്ങും പോയി പിരിവെടുത്ത് നടത്തുന്ന പരിപാടിയല്ല. ആരോടും സഹായം വേണമെന്ന് ഞങ്ങൾ ഇതുവരെ ആവശ്യപ്പെടാൻ പോവാറില്ല. പക്ഷെ ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തകർ സജീവ സാന്നിധ്യം പുലർത്തുന്നത് കൊണ്ട് അവരെല്ലാം, ഇത് ധാരാളം ആളുകളുടെ ഒരു വലിയ കൂട്ടായ്മയായതുകൊണ്ട് അവരെല്ലാം ഈ കാര്യത്തിൽ സഹകരിക്കുകയാണ്. ദൈവം സഹായിച്ചാൽ ഈ 13-ാം തീയതി 1000-ത്തിലധികം വരുന്ന ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് 1500 രൂപയുടെ ദരിദ്രരും രോഗികളും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുമായ ആളുകളെയാണ്, ജാതിമത ഭേദമന്യാണ് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന അയൽക്കൂട്ടങ്ങളെയാണ് സത്യത്തിൽ ആ പ്രോഗ്രാം ഏൽപ്പിച്ചിരിക്കുന്നത്. അവരാരാണോ, എന്താണോ, എവിടുത്തുകാരാണോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അത്രയും ആളുകളെയാണ് ഞങ്ങൾ റാന്നിയിൽ സഹായിക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മുടെ മന്ത്രി പങ്കെടുത്ത ഒരു വലിയ സമ്മേളനത്തിൽ ഏതാണ്ട് 2500 പേരാണ് റാന്നിയിൽ തടിച്ചുകൂടിയത്. അവിടെയെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, കോവിഡ് വന്നപ്പോൾ 2.5 കോടി രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഈ സംഘടന വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാരുണ്യ രംഗത്ത് ഒരുപക്ഷെ പലർക്കും അത്ഭുതം തോന്നും. വളരെ പ്രമുഖരായ 2-3 വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് ഡോക്ടർ ജെ ബെനറ്റ് എബ്രഹാം, ആതുര ശുശ്രൂഷ രംഗത്തെ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലും വലിയ സംഭാവന ചെയ്ത വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹത്തെ കുറിച്ച് പുരസ്കാരങ്ങൾ നൽകുമ്പോൾ വിശദമായി അത് വായിക്കാം. പ്രിയപ്പെട്ടവരെ, എത്ര മഹത്തായ പ്രവർത്തനങ്ങൾ, പാവപ്പെട്ടവന്, കാഴ്ചയില്ലാത്ത ആളുകളെ കാഴ്ചയുടെ ലോകത്തേക്ക് നയിച്ച വലിയ വ്യക്തിത്വമാണ്. ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഇത്രയും വണ്ണക്കുറവുണ്ടെന്നൊന്നും അറിയത്തില്ല. ഞാനോർത്ത് വലിയ തടിയുള്ള ഭയങ്കര, കാരണം അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത്ര അത്ഭുതം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളാണ്. അദ്ദേഹത്തെ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു ഈ സംഘടനയ്ക്ക്. അദ്ദേഹത്തെ ഇന്ന് മന്ത്രി ആദരിക്കും. അതിനുശേഷം നമ്മളെ ആദരിക്കുന്നത് ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ. വിദ്യാഭ്യാസ രംഗത്ത് തന്നെ വലിയ വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ. അതേക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയും. അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യ രംഗത്ത് ഏറ്റവും വലിയ വിപ്ലവം സൃഷ്ടിച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാവ് കൂടിയായിരിക്കുന്ന
പ്രഭാവർമ്മ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിവരത്തിൽ. അത്ര അസാധാരണമായ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു അത്ഭുത മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെയും ഇന്ന് പുരസ്കാരം നൽകി ആദരിക്കുകയാണ്. ബഹുമാന്യനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി VN വാസവൻ അവരുകളെ നമുക്ക് കരങ്ങൾ അടിച്ച് ഹാർദകമായി സ്വാഗതം ചെയ്യാം. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ തോമസ് കുട്ടി പുന്നൂസ് അവറുകൾ, വേദിയിലെ ബഹുമാന്യരായ അതിഥികളെ, സദസ്സിലെ ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, വേൾഡ് ലിറ്ററേച്ചർ ഫോറത്തിൻ്റെയും അതോടൊപ്പം തന്നെ തോമസ് കുട്ടി പാസ്റ്ററുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഓർഗനൈസേഷനും എല്ലാം ചേർന്ന് ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു വിഷയത്തെ സംബന്ധിച്ചാണ് ചർച്ച നടത്താൻ തെരഞ്ഞെടുത്തിട്ടുള്ളത്. എല്ലാം നിങ്ങൾ ചെയ്ത ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ ചിലതിലെങ്കിലും ഞാൻ നോക്കിക്കണ്ടവനാണ്. പ്രത്യേകിച്ച് പ്രളയക്കെടുതിയിലും കോവിഡ് കാലഘട്ടത്തിലുമെല്ലാം തോമസ് കുട്ടി പാസ്റ്ററുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സുദീർഘമായ സേവനങ്ങളും അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അഭിനന്ദനാർഹമാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് അഭയം നൽകി സേവനത്തിന്റെ തുറകളിൽ ഊന്നുകൊണ്ട് ആശ്വാസങ്ങൾ പകർന്നും അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ള ഒട്ടനവധി പരിപാടികൾ വീക്ഷിക്കാൻ ഇടവന്നുണ്ട്. ചില പരിപാടികൾ പങ്കെടുത്തിട്ടുമുണ്ട്. ആ പ്രവർത്തനങ്ങൾക്കെല്ലാം ഭാവിയിലും വലിയ രൂപത്തിലുള്ള വിജയം കരസ്ഥമാക്കി മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 25ാം വാർഷികം ആഘോഷിക്കുന്ന വേൾഡ് ലിറ്ററസി ഫോറത്തിന്റെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. നടക്കാൻ പോകുന്നത് ആദ്യത്തെ പുരസ്കാരം ആദരണീയനായ സാംസ്കാരിക മന്ത്രി ഡോക്ടർ ജെ ബെനറ്റ് എബ്രഹാമിന് നൽകും. അടുത്ത പുരസ്കാരം ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ അവറുകൾക്കാണ്. അദ്ദേഹം ഇപ്പോൾ കേരളത്തിന്റെ തന്നെ മലയാളി സമൂഹത്തിന്റെ തന്നെ അഭിമാനമായ പ്രകാശ ഗോപുരമെന്ന് പ്രിയപ്പെട്ട മന്ത്രി തന്നെ വിശേഷിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രഭാ വർമ്മയെ ഇപ്പോൾ ആദരിക്കും. ഇപ്പോൾ ഈ സംസ്ഥാനത്തിൽ ഇത്രയധികം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന
മറ്റൊരു മന്ത്രി ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം ആ ഗൗരവമേറിയ പ്രശ്നം സമൂഹ ശ്രദ്ധയിൽ അധികാരികൾ ശ്രദ്ധയിലെല്ലാം എത്തിക്കൊണ്ടുവരാൻ സഹായിക്കേണ്ട ചർച്ചയാണ്. നമ്മുടെ സ്കൂൾ തുറക്കാൻ പോകുന്ന സന്ദർഭമാണ്. ഈ സമയത്ത് രക്ഷകർത്താക്കളൊക്കെ ഏറെ വിഷമിക്കുന്ന ഒരു ഘട്ടമാണ്. ഒരു കുട്ടിക്ക് സ്കൂളിൽ പോകണമെങ്കിൽ നോട്ട് ബുക്കുകൾ വേണം, ടിഫിൻ ബാഗ് വേണം, കൊട വേണം, ഇൻസ്ട്രുമെന്റ് ബോക്സ് വേണം. ഇങ്ങനെ നാനാതരത്തിൽ ആ കുട്ടിക്ക് ഇത്തരത്തിലുള്ള പഠനോപകരണങ്ങൾ കരസ്ഥമാക്കണമെങ്കിൽ ഒരു രക്ഷകർത്താവ് സാമാന്യം ഭേദപ്പെട്ട വിധത്തിലുള്ള കണ്ടെത്തി മാത്രമേ ആ രക്ഷകർത്താവിന് ഈ കുട്ടിയെ സ്കൂളിലയക്കാൻ കഴിയൂ എന്ന സ്ഥിതിയാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ വേൾഡ് ലിറ്ററേച്ചർ ഫോറം മുൻകൈയെടുത്ത് ആ രക്ഷകർത്താക്കളെ ആശ്വസിപ്പിക്കുന്നതിന് കുട്ടികൾക്ക് പഠനോപകരണം ലഭിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ഈ പ്രവർത്തനം സമയോചിതമായി സന്ദർഭോചിതമായി അവർ ഏറ്റെടുത്ത ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളിലൊന്നാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മഴക്കാലഘട്ടമാണ്. അവർക്ക് സ്കൂളുകളിലേക്ക് പോകണമെങ്കിൽ കൃത്യമായി മഴ നനയാതിരിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. അതുപോലെ പഠനോപകരണം ഉണ്ടാകും. സ്കൂളിൽ പോയാൽ പഠിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാകും. ഇതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ വേണ്ട ഫോറം വിവിധ തരത്തിൽ അതിന്റെ സഹായ ഹസ്തങ്ങളുമായി മുന്നോട്ട് വരുന്നത്. നിശ്ചയമായും അത്തരത്തിലുള്ള ഗൗരവമേറിയ ചുറ്റുപാട് നിലനിൽക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ രക്ഷകർത്താക്കളെയും കുട്ടികളെയും സഹായിക്കാൻ സന്മനസ് കാണിച്ച ഇതിന്റെ ഭാരവാഹികളെയും ശിഷ്യ തോമസ് കുട്ടി പാസ്റ്ററെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ആദ്യമല്ല മുമ്പും ഈ ലിറ്ററേച്ചർ ഫോറത്തിന്റെ നേതൃത്വത്തിൽ പല ഘട്ടങ്ങളിൽ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ കോവിഡ് കാലഘട്ടത്തിൽ, വെള്ളപ്പൊക്ക കാലഘട്ടത്തിൽ, മറ്റ് മഹാമാരികളൊക്കെയുള്ള കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം നിർമ്മാണം ചെയ്യുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വരുന്നതായി നമുക്കറിയാം. പല സന്ദർഭങ്ങളിൽ പല പരിപാടികളിൽ പങ്കെടുക്കാനും അവസരം കിട്ടും. ആ നിലയിൽ എപ്പോഴൊക്കെ മനുഷ്യക്ഷേമത്തിന് വേണ്ടിയായിരുന്നു അത്തരം ഘട്ടങ്ങളിലെല്ലാം സഹായഹസ്തവുമായി എത്തിച്ചേരുന്ന ഏറ്റവും നല്ല സർക്കാർ ഉടമയായി മാറുന്ന വേൾഡ് ലിറ്ററേച്ചർ ഫോറവും തോമസ് കുട്ടി പാസ്റ്ററും ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണ്, അഭിനന്ദനാർഹമാണ്. ഇവിടെ എന്ന് പറയുന്നത് സഡൻ മീറ്റിംഗ് പാസ്റ്റർ തോമസ് കുട്ടിയോട് നാളെ 5 മണിക്ക് 500 പേരെ സംഘടിപ്പിക്കാൻ പറഞ്ഞാൽ പാസ്റ്റർ വന്നിട്ട് 500 പേരെ നാളെ അതായത് മീറ്റിംഗ് സംഘടിപ്പിക്കുന്നതിൽ അവാർഡ് ലഭിക്കേണ്ട ആളാണ് പാസ്റ്റർ തോമസ്. അതെ, ഒരാളാണ് അദ്ദേഹം. അതുപോലെ നാട്ടിലെ എല്ലാ നല്ല കാര്യങ്ങളുണ്ട്, എല്ലാ നല്ല കാര്യങ്ങളുണ്ട്. ചീത്ത കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ നല്ല കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്, നല്ല കാര്യങ്ങളെല്ലാം ഇടപെടും. അതുപോലെ ഒരുപാട് സഹായങ്ങൾ ചെയ്യും. അത് ആളുകളൊക്കെ കളത്തിയടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. എന്തായാലും സഹായമൊക്കെ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ എനിക്ക് പറഞ്ഞു. പിന്നെ അദ്ദേഹം ഉള്ള പോലെ പറയുന്നതാണ്. അദ്ദേഹം വാർദ്ധക്യവാനായ എന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലാക്കുന്ന ഒരു മന്ത്രിയാണ്. ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഇച്ചിരി വിവരമുള്ള ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കി. പക്ഷെ എന്താ നടക്കാത്തത് എനിക്കറിയാം. വാസുവിനെ മനസ്സിലാക്കി, മുഖ്യമന്ത്രിയെ മനസ്സിലാക്കി, വന്യജീവി ആക്രമണത്തിന് ഒരു പരിഹാരം ഉണ്ടായി. രാജഗോപുരം ഒന്ന് കേൾക്കണേ, കേൾക്കുന്നുണ്ടോ? മന്ത്രിയുടെ ആളായിട്ട് ഞങ്ങൾ ആരോഗ്യരത്ന അവാർഡ് റവറൻഡ് ഡോക്ടർ ബദേൽ സണ്ണി, the president of Bethel Medical Mission Hospital, Bangalore. Next to the forum, സംഭാവന കേരളത്തിന് സംഭാവനാഥനായിട്ടുള്ള ഡോക്ടർ ജോർജ് മാത്യുവിന്, ഡോക്ടർ ജോർജ് മാത്യുവിന്, ശ്രീ തോമസ് ചക്രവർത്തി ദൈവത്തിന്റെ ദാസനായ യോഹന്നാനെ ഒരു തിളച്ച എണ്ണയ്ക്കകത്തേക്ക് കൊണ്ടിട്ടു. തിളച്ച എണ്ണയ്ക്കകത്ത് കിടന്ന് വെന്തുരുകി
യോഹന്നാൻ ഒരു ശവശരീരമായി തീരുന്നത് കാണാൻ പിശാച് കൊതിച്ചു. എന്നാൽ എന്താ സംഭവിച്ചെന്നറിയാമോ? മണിക്കൂറുകൾ കഴിഞ്ഞ് എണ്ണപാത്രത്തിന്റെ മൂടി ഡൊമീഷ്യൻ ചക്രവർത്തി പൊക്കി നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ച, ഒരു കൊച്ചു കുഞ്ഞ് വെള്ളത്തിൽ കയ്യും കാലും ഇട്ട് തുള്ളിക്കളിക്കുന്നത് പോലെ, ഒരാപത്തും സംഭവിക്കാതെ, ഒരപകടവും സംഭവിക്കാതെ ദൈവത്തിന്റെ കരങ്ങളിൽ ഭദ്രമായി പരിപാലിക്കപ്പെടുന്ന ഒരു യോഹന്നാനെയാണ് ശത്രുവിന് കാണാൻ കഴിഞ്ഞത്. യേശുവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതല്, കുഞ്ഞാടിന് രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിന്റെ പൈതല്, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഒരു ബുൾഡോസർ കൊണ്ടുവന്ന് നിന്നെ ഇടിച്ചു നിരത്താൻ ശ്രമിച്ചാൽ നിന്നെ തകർക്കാൻ കഴിയത്തില്ല. നീ അതിന് നടുവിൽ യേശുവിന്റെ സാക്ഷിയായി തീരും. കാരണം കൊടുങ്കാറ്റുകളുടെ നടുവിലും പെരുങ്കാറ്റുകളുടെ നടുവിലും തന്റെ മക്കൾക്ക് വേണ്ടി വഴിയൊരുക്കുന്നവനാണ് നമ്മുടെ ദൈവം. നിന്നെ വേരോടെ പിഴുതെറിയാൻ പിശാചടിപ്പിക്കുന്ന കൊടുങ്കാറ്റിൽ ദൈവത്തിനൊരു വഴിയുണ്ട്. നിന്നെ തൂത്തെറിയാൻ സാത്താൻ അടിപ്പിക്കുന്ന ആ പെരുങ്കാറ്റിൽ എന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരനുഗ്രഹത്തിന്റെ വഴി വെട്ടാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മൗനമായിരിക്കാതെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. അലറിയടുക്കുന്ന സിംഹത്തിന്റെ ഉടലിൽ അനുഗ്രഹത്തിന്റെ തേനൊരുക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. കുത്തിക്കൊല്ലാൻ വരുന്ന ആ കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ ഉത്തരമരുളുന്നവനാണ് നമ്മുടെ ദൈവം. നിന്നെ ഭയപ്പെടുത്തുന്ന ആ ഇടിമുഴക്കത്തിന്റെ മറവിൽ ഉത്തരമരുളുന്നവനാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ പകൽ അവനൊരു അത്ഭുതം പ്രവർത്തിക്കാൻ പോകുക. വിശ്വസിക്കാൻ തയ്യാറായാൽ ആ ചെങ്കടൽ നടുവിൽ എന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു പുതിയ വഴി ഈ പകൽ വെട്ടാൻ പോകുക. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ഇങ്ങനെ പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു തന്നെ സമാധാനം നൽകാനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം നാം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകൻ പറയുന്ന വാക്യങ്ങളുണ്ട്. അവൻ സമാധാന പ്രഭുവാണ് എന്ന് അവർ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നു. യോഹന്നാൻ സുവിശേഷം 14 സൗഖ്യപ്പെടുത്തി. മൂന്നാമതായിട്ട് പൈശാചിക ബന്ധനത്തിലായിരുന്നവർക്ക് വിടുതൽ നൽകി. നാലാമതായിട്ട് മനുഷ്യത്വത്തിന്റെ ശ്രേഷ്ഠത ഉദ്ഘോഷിച്ചു. എല്ലാ മനുഷ്യരും മനുഷ്യ ജീവിതത്തില് സമൂഹമായി ജീവിക്കുമ്പോൾ ഒരു വ്യക്തി പോലും മറ്റൊരു വ്യക്തിയോ, ഒരു സമൂഹം പോലും മറ്റൊരു സമൂഹത്തെയോ ഒരു വിധത്തിലും ചൂഷണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നും, അങ്ങനെ വന്നാൽ മാനുഷിക മൂല്യങ്ങൾക്കും അവകാശങ്ങൾക്കും പ്രാധാന്യം നൽകി പുതിയ ലോകത്തെയും പുതിയ മനുഷ്യനെയും സൃഷ്ടിച്ച നവോത്ഥാനത്തിന് മങ്ങലേൽക്കുന്നു എന്ന് ഗീവർഗീസ് മാർ അഫ്രേം മെത്രാപ്പോലിത്ത. ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങളുടെ പൊതുവേദിയായ ക്രിസ്ത്യൻ പ്രസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ നഷ്ടപ്പെടുന്ന നവോത്ഥാന മൂല്യങ്ങൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാറിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. തോമസ് കുട്ടി പുന്നൂസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മന്ത്രി സജി ചെറിയാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു പാട്ട് ഒന്ന് പാടാമോ? ഒരു മനോഹരമായ ഒരു പാട്ട്. എന്റെ ദൈവം മഹത്വത്തിൽ ആദ്രവാനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മഹത്വത്തിൽ ആദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീശോണി തന്നിൽ ക്ലേശിപ്പോൾ ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു, ഏതും കാര്യമില്ലെന്നെ ഉള്ളം ചൊല്ലുന്നു. വൈഷമ്യമുള്ളേതുകുന്നു കരകേറി നടകൊള്ളുവാൻ, വൈഷമ്യമുള്ളേതുകുന്നു കരകേറി നടകൊള്ളുവാൻ, രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും,
തീർന്നൻ പാതയിൽ ഞാൻ മാലിനെ പോലോടിടും. തോമസ് കുട്ടി പുന്നൂസാണ്. ഞാൻ മനസ്സിലാക്കിയതിന് പ്രകാരം നമ്മുടെ നാട്ടിൽ ഏറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ കോവിഡ് കാലവും പ്രളയകാലവും ഒക്കെ കടന്ന് ഈ കാലഘട്ടത്തിലുമെല്ലാം ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വേൾഡ് ലിറ്ററേച്ചർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ അദ്ദേഹം നേതൃത്വം നൽകിക്കൊണ്ട് ഈ നാട്ടിലാകെ പാവപ്പെട്ടവരും ദുരിതമനുഭവിക്കുന്നവരുമായ ആളുകൾക്ക് നടത്തുന്നുണ്ട്. അതോടൊപ്പം ചരമവാർത്ത മാത്രമേ സത്യമുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അല്ലാത്ത വാർത്തയൊക്കെ നമുക്കറിയാം. മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ശരിയായ സത്യസന്ധമായ വാർത്തകളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കാരണം രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ജനാധിപത്യ വ്യവസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാധ്യമങ്ങൾ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വാർത്തകൾ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നതിലുപരിയായി നല്ല ശമരിയാക്കാരന്റെ കഥയിലൂടെയാണ് കർത്താവ് രഹസ്യം നമ്മെ പഠിപ്പിക്കുന്നത്. When you go through the Good Samaritan story, we will come to know about his compassionate nature. വിശുദ്ധ വേദപുസ്തകത്തിൽ, പഴയ നിയമ പുസ്തകത്തിൽ അനാഥരെയും വിധവകളെയും പരദേശികളെയും ആരോരുമില്ലാത്തവർക്കും പ്രത്യേക കരുതലാണ്. അവരെ ആക്രമിക്കരുത്, ഉപദ്രവിക്കരുത് എന്ന് വേദപുസ്തകം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. When we read the laws of the Lord, it has been clearly written that we should not forsake orphans, destitutes and widows. അതുകൊണ്ടാണ് ഇതുപോലുള്ള ഓർഫനേജുകൾ കേന്ദ്രീകരിച്ച് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും കരുണയുടെയും ഒക്കെ സന്ദേശം വിളിച്ചോതുന്ന ഈ ഓർഫനേജിൽ ഇതുപോലെയുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതും ആളുകളെ സഹായിക്കുവാൻ ഞങ്ങൾ മുൻപോട്ട് എത്തിച്ചേരുന്നതും. This is the reason why that we are running this home for destitutes, home for old age and home for physically handicapped and home for mentally retarded people. നിസ്സഹായനായി, നിരാശനായി, ഒറ്റപ്പെട്ടവനായി, തള്ളപ്പെട്ടവനായി, അവഗണിക്കപ്പെട്ടവനായി കഴിഞ്ഞ ആ വഴിയിൽ കിടന്ന മനുഷ്യനെ ആ നല്ല ശമരിയാക്കാരൻ എടുത്തുകൊണ്ട് വഴിയമ്പലത്തിൽ കൊണ്ടുപോയി ശുശ്രൂഷ ചെയ്ത ആ വലിയ ശുശ്രൂഷയാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നടക്കുന്നത്. This institution like this promotes, when we read Bible, the story of Good Samaritan, how we look after a man wounded and attacked by enemies. That's the reason why we read in Good Samaritan story. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിന്റെ ജീവിതത്തിൽ ചില പ്രസംഗങ്ങളൊക്കെ ആവേശകരമാണ്. പക്ഷേ ഒരു ദൈവിക ദർശനത്തിലൂടെയാണല്ലോ അച്ചായൻ സുവിശേഷ വേലയിൽ കൂടുതൽ കരുത്തനായി മാറിയത്. ആ രഹസ്യം ഒന്ന് പങ്കിടാവും. ശരീരത്തിൽ മുഴുവൻ ചൊറി പോലെയുള്ള കുരുക്കളുണ്ടായി. കുരുക്കൾ ദേഹം മുഴുവൻ ഉണ്ടായി. നഖത്തിനിടയിലൊക്കെ കുരുക്കളാണ്. ആ കുരുക്കൾ ഭയങ്കര വേദനയായിരുന്നു. ഞാൻ എഴുന്നേറ്റ് മുറ്റത്ത് പോയി നിൽക്കുമ്പോൾ ബൈബിൾ സ്കൂളിൽ വെച്ച ബോധം കിട്ട് താഴെ വീണു. അത്രയ്ക്ക് അസുഖമായിരുന്നു. വിദ്യാർത്ഥികൾ എന്നെ കോരിയെടുത്ത് അകത്ത് കൊണ്ടുപോകുമായിരുന്നു. ആ സമയത്താണ് ഞാനൊരു ദർശനം കണ്ടത്. ഒരു വലിയ സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിന് മുകളിൽ ഞാൻ നിൽക്കുക. സ്റ്റേഡിയത്തിനകത്ത് മുഴുവൻ മനുഷ്യരാണ്. അത് എല്ലും തോലുമായ ദരിദ്രരായ മനുഷ്യരാണ്. ഞാനവിടെ ചെന്ന് എത്തി ഇങ്ങനെ നോക്കുമ്പോൾ ഇവരെ കണ്ടു. അവരെന്നെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ എല്ലും തോലുമായ കൈ ആട്ട് വിളിക്കുക, കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക, ഞങ്ങളെ സഹായിക്കുക, ഞങ്ങളെ സഹായിക്കുക. അതെൻ്റെ ജീവിതത്തെ വലിയ ചലനമുണ്ടാക്കി, വലിയ മാറ്റമുണ്ടാക്കി. അവിടുന്നാണ് ഈ മിനിസ്ട്രിയുടെ ആരംഭം. അന്നേരം എനിക്ക് കൃപാവരങ്ങൾ കിട്ടി. ആ കിടപ്പിൽ ഈ അസുഖമായിട്ട് കിടക്കുമ്പോഴാണ് അന്യഭാഷ കിട്ടിയത്, വ്യാഖ്യാനം കിട്ടിയത്, വെളിപ്പാട് കിട്ടി, പ്രവചനം കിട്ടി. അന്ന് ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ അവരുടെ സഭകളിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന എന്നെ കൊണ്ടുപോകുമായിരുന്നു കാത്തിരിപ്പ് യോഗം നടത്താനായിട്ട്.
അങ്ങനെ ഞാൻ അവരുടെ എല്ലാം സവോളിൽ പോയി കാത്തിരിപ്പുകയും നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഇന്ന് ആളുകൾ കുടുംബശ്രീ ഏറ്റെടുത്തിട്ടുള്ള സാമൂഹ്യ തിന്മകൾക്ക് പ്രവർത്തിയോടൊപ്പം ഞങ്ങളോട് ചേർന്ന് അനേക വേദികൾ പങ്കെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട സുശേഷ തോമസ് കുട്ടി പാസ്റ്റർ അവരുടെ പുരസ്കാരം നൽകാതിരിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട രാജ്യത്തില്ല അദ്ദേഹത്തെ ചേർന്ന് അറിയിച്ചു. കഴിഞ്ഞ 25 വർഷക്കാലം കുടുംബശ്രീ കാലഘട്ടമാകുമ്പോൾ റാന്നിയിലെ ജനപ്രതിനിധിയിൽ കുടുംബശ്രീ സംവിധാനത്തെ സഹായിച്ച പ്രിയപ്പെട്ട രാജ്യത്തെ കടന്നു അവസാനത്തിന്റെ ഈ യോഗത്തിന് ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വേദിയിൽ തോമസ് തീർച്ചയായിട്ടും ഒരു സുശേഷനാണ് കുടുംബശ്രീ വേണേൽ കടന്നു നിൽക്കുന്നവരും ചിന്തിക്കും. ഈ അടുത്ത കാലഘട്ടത്താണ് നമുക്കറിയാം കുടുംബശ്രീ ഏറ്റെടുക്കുന്ന പോലാണ് ഒട്ടനവധി പ്രവർത്തനങ്ങൾക്കറിയാം. സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പോരാട്ടങ്ങൾ കേട്ട് കണ്ടു കഴിഞ്ഞു. ഞങ്ങളുടെ കുടുംബശ്രീ സംവിധാനത്തിൽ പോലും അഗതികളായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാർ പാർക്കുന്നിടത്ത് എത്തിച്ചേരണമെന്ന് ഞങ്ങൾക്ക് മെയിൽ വന്നപ്പോൾ ഞാൻ പോലും മറന്ന ഒരു സംഭവമാണ്. എന്റെ 23 അമ്മമാർ ഉപേക്ഷിക്കപ്പെട്ടവരെ സ്നേഹപുരത്ത് അവരുടെ അതിരാജ്യത്തിൽ പാർക്കുന്നു. കഴിഞ്ഞ ദിവസം വിജയപുരടക്കം ആ വേദിയെ കടന്നുപോയി എനിക്ക് സഹായിച്ചതിന് എനിക്കതിന് അവസരങ്ങൾ അദ്ദേഹം പോകുവാനും കുടുംബശ്രീ സംവിധാനത്തിന്റെ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ട തോമസ് ഭാഷയുടെ അവസരമാണ്. അദ്ദേഹം ഓരോ പ്രവർത്തനങ്ങളും സീരിയലും പത്രമാധ്യമങ്ങളൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ട തോമസ് ഭാഷയോട് നമ്മളെ ഇന്ന് ഈ വേദിയിൽ ആദരിക്കപ്പെടുകയാണ്. അദ്ദേഹത്തെ അനാഥരുടെ ഇടയിലും വേദനിക്കുന്ന അവഗണിക്കപ്പെട്ടവരുടെ ഇടയിലും ശുശ്രൂഷ ചെയ്യുന്ന ഈ സന്യസ്തർക്ക് നേരെ ഉയരുന്ന ഈ ഉപദ്രവങ്ങൾ ഈ സന്യസ്തർക്ക് നേരെയല്ല, മറിച്ച് ദൈവത്തിന് നേരെയാണെന്നുള്ള ആ വലിയ സത്യം ഉപദ്രവിക്കുന്നത് ഏറ്റവും വലിയ പുണ്യപ്രവർത്തനമാണ് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക. ആ രീതിയിൽ നിങ്ങൾ ആളുകൾ പ്രത്യേകിച്ച് ആശുപത്രിയിൽ കഴിയുന്ന ആളുകൾ അത് ഏറ്റവും ഏറെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ആശുപത്രിയിലുള്ളവർ ഭക്ഷണം കൊടുക്കാനുള്ള നിങ്ങളുടെ തീരുമാനത്തെ ഞാൻ പൂർണ്ണമായി അഭിനന്ദിക്കുകയാണ്. അതിനുവേണ്ടി സഹായിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ മഹാസംരംഭം ഞാൻ ഉദ്ഘാടനം ചെയ്യും. ആ വലിയ മുദ്രാവാക്യവുമായി വചനഘോഷണം, പത്രം, ആശുപത്രികൾ നൽകുന്ന ആഹാര പദാർത്ഥങ്ങളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ജില്ലയിലെ ഏറ്റവും വലിയ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ പ്രസിഡന്റും CPIM പത്തനംതിട്ട ജില്ലയുടെ സെക്രട്ടറി കൂടിയായ ആരാധ്യനായ സഖാവ് KP ഉദയഭാനു അവർ നിർവഹിക്കുകയാണ്. ആശുപത്രി സൂപ്രണ്ടിനെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. യേശു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവത്തിന് പറഞ്ഞിരിക്കുന്ന പോലെ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കാത്ത സാക്ഷികളായി നിൽപ്പാനും ശുശ്രൂഷയിൽ മുടരാനും ഇടയായിട്ട് തരും. യേശുവിന്റെ തിരുപ്പിറവി ഇന്ന് നാം ആകാശപ്പിറവി ആഘോഷിക്കുന്നു. മാനസികമായി അടുപ്പം കാണിക്കുകയും എന്നാൽ ശാരീരികമായി അകലം പാലിക്കുകയും ചെയ്യണം. മാസ്ക് ഉപയോഗിക്കുക, കയ്യുറ ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആശങ്ക ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് ഒന്നും ചെയ്യാതിരിക്കുക. ഇന്ന് ഗവൺമെൻറ് എല്ലാ വിഭാഗം മനുഷ്യരെയും സഹായിക്കാനും സംരക്ഷിക്കാനും കഴിയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും സാമ്പത്തികം നോക്കാതെ, ജാതി, മത, വർണ്ണ വ്യത്യാസമില്ലാതെ, സമ്പത്തുള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ വ്യത്യാസമില്ല, എല്ലാവർക്കും ഭക്ഷ്യധാന്യം എത്തിക്കുക, സാമൂഹ്യക്ഷേമ പെൻഷൻ മുഴുവൻ കൊടുത്ത് അങ്ങനെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ദുസ്സഹമായ അന്തരീക്ഷത്തിലും ഗവൺമെൻറ് കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന ചിന്തയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് പരമാവധി അകലം പാലിച്ചുകൊണ്ട്, മാനസികമായി അടുപ്പം സൃഷ്ടിച്ചുകൊണ്ട്
നമുക്ക് ഈ ഓണത്തെ വരവേൽക്കാം. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓണം ആശംസകൾ ഞാൻ നേരുന്നു. പ്രിയപ്പെട്ട സാറ്, കേരള എക്സ്പ്രസ് ടിവിക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിക്കട്ടെ. ഓണം നൽകുന്ന സന്ദേശം എന്താണ്? ഓണം നൽകുന്ന സന്ദേശം ഒരുമയാണ്, യോജിപ്പാണ്, നന്മയാണ്, സ്നേഹമാണ്, വാത്സല്യമാണ്, ഷെയറിംഗ് ആണ്, കൊടുക്കൽ വാങ്ങലാണ്. ഇതെല്ലാം ചേരുന്നതാണ് ഓണം. നമ്മളെല്ലാവരും അത് സ്വായത്തമാക്കുക, പരസ്പരം കൊടുക്കുക, വാങ്ങുക, സ്നേഹിക്കുക, നന്മ ചെയ്യുക. അതായിരിക്കണം നമ്മുടെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം. അതാണ് ഓണം നൽകുന്ന ഉദ്ദേശം. സാറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് അനുവദിച്ചതിന് പ്രത്യേകം നന്ദി. നമസ്കാരം. കേരളത്തിലെ ജനങ്ങൾ കൃഷിയുമായി വലിയ ബന്ധം പുലർത്തുന്നവരാണ്. അങ്ങനെയൊരു പൈതൃകവും പാരമ്പര്യവും കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ഉണ്ട്. ഓണം തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടൊരു ആഘോഷമാണ്, വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഒരാഘോഷമാണ്. ഒരു കാലത്ത് ജനങ്ങളുടെ വരുമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് എന്നത് കൃഷിയായിരുന്നു. അങ്ങനെ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് വിളവെടുപ്പിൻ്റെ കാലത്ത് അവർക്ക് ഒരു ആഘോഷത്തിനായി നിൽക്കാൻ കഴിഞ്ഞത്. ഒരാഘോഷത്തെ അതിനോടനുബന്ധിച്ച് അവർ രൂപപ്പെടുത്തിയെടുത്തത്. തീർച്ചയായും അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്ത് കൂടുതലായി ആളുകൾ കൃഷിയുമായി ബന്ധപ്പെടുന്നുണ്ട്. തങ്ങളുടെ ഭക്ഷണത്തിന് ആവശ്യമായതെല്ലാം ഒരുക്കിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് അവർക്കിപ്പോൾ നല്ല ബോധ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് വിഷരഹിതമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുക എന്ന ഒരു ഉത്തരവാദിത്വവും കടമയും കൂടി നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി നന്നായി അവർ കൃഷിയിലേക്കെല്ലാം ബന്ധപ്പെടുന്നുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇവിടെ അറിയാനൊന്നും ആരുമില്ല. കേരളത്തിൽ മുഴുവൻ അറിയുന്ന പാസ്റ്ററാണ്. പാസ്റ്ററും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ രണ്ടും കൂടെ ചേർന്ന ദൈവം മനുഷ്യനായി പിറന്ന ദിനമാണ് ക്രിസ്മസ്. സർവശക്തനായ യേശു മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ എഴുന്നള്ളി വന്ന, ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്ന ദിവസമാണ്. സർവത്തിന്റെ സൃഷ്ടാവ് വിശുദ്ധ കന്യാ മറിയത്തിൽ ദൈവത്തിന്റെ വചനവും ആമേൻ ആ പരിശുദ്ധാത്മാവിനാലും മാംസമായി ഭൂമിയിൽ ജനിച്ച ദിവസത്തിന്റെ പേരാണ് ക്രിസ്മസ്. തോമസ് കുട്ടി പുന്നൂസ് പാസ്റ്റർ സംഘടിപ്പിക്കുന്ന ഏത് കാര്യവും വേദിയിൽ വരുമ്പോൾ സദസ്സിലുള്ളവരെ മാത്രമല്ല അതിഥികളെയും അത്ഭുതപ്പെടുത്തുന്നതാകും എന്നത് എൻ്റെ ആദ്യത്തെ അനുഭവമല്ല. ഇതുവരെ നടന്ന പല യോഗങ്ങളിലും ആ നിലയിൽ അത്ഭുതം കൂറി നിന്നിട്ടുമുണ്ട്. തോമസ് കുട്ടി പാസ്റ്ററാണ് ഇതിൻ്റെ ഒരു മുഖ്യ കോർഡിനേറ്റർ. അദ്ദേഹം ബിഷപ്പുമായി ബന്ധമുള്ള ഓരോ വ്യക്തിയെ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം അവരുടെ എല്ലാ സാന്നിധ്യം ഇവിടെ ഉറപ്പുവരുത്തി എന്നുള്ളതാണ്.